എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം, അതിലെ 1ാമത്തെ യൂണിറ്റുമായിട്ടാണ്. 1ാമത്തെ യൂണിറ്റിൻ്റെ പേര് മണ്ണിൽ പൊന്നു വിളയിക്കാം എന്നുള്ളതാണ്. ഇതിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. നല്ല വിളവ് ലഭിക്കുവാൻ വേണ്ട ഘടകങ്ങൾ: വളക്കൂറുള്ള മണ്ണ് ആവശ്യമാണ്, അനുയോജ്യമായ കാലാവസ്ഥ ആവശ്യമാണ്, മൂന്നാമത്തേതായിട്ട് നല്ല വിത്തും നടീൽ വസ്തുക്കളും ആവശ്യമാണ്. നല്ല വിളവ് ലഭിക്കുവാൻ വേണ്ട ഘടകങ്ങൾ: വളക്കൂറുള്ള മണ്ണ്, അനുയോജ്യമായ കാലാവസ്ഥ, നല്ല വിത്തും നടീൽ വസ്തുക്കളും ആവശ്യമാണ്. ഒരു ചെടിയിൽ നിന്ന് ഏത് സമയമെടുക്കാവുന്ന കായ്കളാണ് വിത്തെടുക്കുവാൻ അനുയോജ്യം? മധ്യകാല ഫലങ്ങളിൽ നിന്ന്. ഒരു ചെടിയിൽ നിന്ന് ഏതു സമയത്തുണ്ടാവുന്ന കായ്കൾക്കാണ് വിത്തെടുക്കാൻ അനുയോജ്യമെന്ന് ചോദിച്ചിട്ടുണ്ട്. മധ്യകാല ഫലങ്ങളിൽ നിന്നുണ്ടാവുന്ന കായ്കളിൽ നിന്നാണ് വിത്തെടുക്കാൻ ഏറ്റവും അനുയോജ്യമുള്ളത് എന്ന് തിരിച്ചറിയാം. വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതിയാണ് ലൈംഗിക പ്രത്യുൽപാദനം. വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്ന രീതി ലൈംഗിക പ്രത്യുൽപാദനം എന്നാണ് പറയുക. വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നത് അറിയപ്പെടുന്നത് കായിക പ്രജനനം എന്നാണ്. PSCക്ക് നിരന്തരമായിട്ട് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നത് അറിയപ്പെടുന്നത് കായിക പ്രജനനം എന്നാണ്. മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള പുതിയ ചെടി ഉൽപ്പാദിപ്പിക്കുവാനുള്ള മാർഗമാണ് പതിവയ്ക്കൽ. മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള പുതിയ ചെടി ഉൽപ്പാദിപ്പിക്കുവാനുള്ള മാർഗമാണ് പതിവയ്ക്കൽ. വിത്തുപാകി മുളപ്പിക്കൽ ഫലപ്രദമായ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വെണ്ടയും പയറും. വിത്തുപാകി മുളപ്പിക്കൽ ഫലപ്രദമായിട്ടുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ വെണ്ട, പയർ. പതിവയ്ക്കൽ രീതി നടത്തുവാൻ കഴിയുന്ന സസ്യങ്ങളാണ് പിച്ചി, റോസ്, കശുമാവ്, മുല്ല, ചെമ്പരത്തി, സപ്പോട്ട എന്നിവ. പതിവയ്ക്കൽ രീതി നടത്തുവാൻ കഴിയുന്ന സസ്യങ്ങൾ പിച്ചി, റോസ്, കശുമാവ്, മുല്ല, ചെമ്പരത്തി, സപ്പോട്ട എന്നിവയാണ്. പതിവയ്ക്കലിന്റെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് വായിച്ചു പോവാം. വിത്ത് മുളച്ചുണ്ടാവുന്ന ചെടിയുടെ അത്ര ആയുർദൈർഘ്യം പതിവച്ച് ഉണ്ടാകുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കില്ല. വലിപ്പവും കുറവായിരിക്കും. വിത്ത് മുഖേന ഉൽപ്പാദിപ്പിച്ചെടുത്ത ചെടികളേക്കാൾ വേഗത്തിൽ ഇവ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ തൈകൾ ഇത് ഉൽപ്പാദിപ്പിക്കും എന്നുള്ളത് കൂടി തിരിച്ചറിയാം. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്ന രീതി കൊമ്പൊട്ടിക്കലാണ്. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്ന രീതി അറിയപ്പെടുന്നത് കൊമ്പൊട്ടിക്കൽ എന്നാണ്. കൊമ്പൊട്ടിക്കലിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടി അറിയപ്പെടുന്നത് സ്റ്റോക്ക് അഥവാ മൂലകാണ്ഡം എന്നാണ്. കൊമ്പൊട്ടിക്കലിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടി അറിയപ്പെടുന്നത് സ്റ്റോക്ക് അഥവാ മൂലകാണ്ഡം എന്നാണ്. ഗ്രാഫ്റ്റിംഗ് പ്രക്രിയയിൽ ഒട്ടിക്കുന്ന കമ്പിനെ പറയുന്ന പേര് സയൺ അല്ലെങ്കിൽ ഒട്ടുകമ്പ് എന്നാണ്. ഗ്രാഫ്റ്റിംഗ് പ്രക്രിയയിൽ ഒട്ടിക്കുന്ന കമ്പിനെ പറയുന്ന പേര് സയൺ അല്ലെങ്കിൽ ഒട്ടുകമ്പ് എന്നാണ്. നാടൻ മാവിന്റെ തൈയിൽ നീലം, മൽഗോവ തുടങ്ങിയ ഇനം മാവുകളുടെ കൊമ്പുകൾ ഒട്ടിക്കുമ്പോൾ സ്റ്റോക്കായി പരിഗണിക്കുന്നത് നാടൻ മാവിന്റെ തൈയാണ്. നാടൻ മാവിന്റെ തൈയിൽ നീലം, മൽഗോവ തുടങ്ങിയ ഇനം മാവുകളുടെ കൊമ്പുകൾ ഒട്ടിക്കുമ്പോൾ സ്റ്റോക്കായി പരിഗണിക്കുന്നത് നാടൻ മാവിന്റെ തൈയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നാടൻ മാവിന്റെ തൈയിൽ നീലം, മൽഗോവ തുടങ്ങിയ ഇനം മാവുകളുടെ കൊമ്പുകൾ ഒട്ടിക്കുമ്പോൾ സയൺ ആയി പരിഗണിക്കുന്നത് മൽഗോവയുടെ കൊമ്പാണ്. നാടൻ മാവിന്റെ തൈയിൽ നീലം, മൽഗോവ തുടങ്ങിയ ഇനം മാവുകളുടെ കൊമ്പുകൾ ഒട്ടിക്കുമ്പോൾ സയണായി പരിഗണിക്കുന്നത് മൽഗോവയുടെ കൊമ്പാണ്.
ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിനു പകരം മുകുളം ഒട്ടിക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിനു പകരം മുകുളം അഥവാ ബഡ് ഒട്ടിക്കുന്ന രീതിയെ നമ്മൾ മുകുളം ഒട്ടിക്കൽ എന്നാണ് പറയുക. ഒരു പൂച്ചെടിയിൽ പലനിറം പൂക്കൾ ഉണ്ടാകുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. ഒരു പൂച്ചെടിയിൽ പലനിറം പൂക്കൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി ഏതാണെന്ന് ചോദിച്ചാൽ മുകുളം ഒട്ടിക്കലാണ്. വെസ്റ്റ് കോസ്റ്റ് ടോൾ, ഈസ്റ്റ് കോസ്റ്റ് ടോൾ, ലക്ഷദ്വീപ് ഓർഡിനറി എന്നിവ ഏത് വിളയുടെ നീളം കൂടിയ ഇനങ്ങളാണ്? തെങ്ങിന്റെ ഇനങ്ങളാണ്. വെസ്റ്റ് കോസ്റ്റ് ടോൾ, ഈസ്റ്റ് കോസ്റ്റ് ടോൾ, ലക്ഷദ്വീപ് ഓർഡിനറി എന്നിവ ഏത് വിളയുടെ നീളം കൂടിയ ഇനമാണ് എന്ന് ചോദിച്ചാൽ തെങ്ങിന്റെ നീളം കൂടിയ ഇനമാണ്. ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീന്, ഗംഗാബോധം എന്നിവ ഏത് വിളയുടെ നീളം കുറഞ്ഞ ഇനങ്ങളാണ്? തെങ്ങ്. ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീന്, ഗംഗാബോധം എന്നിവ ഏത് വിളയുടെ നീളം കുറഞ്ഞ ഇനങ്ങളാണ്? തെങ്ങ്. നീളം കൂടിയ തെങ്ങിനങ്ങളുടെ പ്രത്യേകതകൾ എന്താണ് എന്ന് നോക്കാം. 20 മുതൽ 30 മീറ്റർ വരെ ഉയരമുണ്ടാവും. 6 to 10 വർഷം കൊണ്ട് കായ്ഫലം ലഭിക്കും. 80 to 100 വർഷം വരെ ആയുസ് ഉണ്ടാവും. പച്ച നിറമുള്ള തേങ്ങയുണ്ടാവും. ഇനി നീളം കുറഞ്ഞ തെങ്ങിനങ്ങളുടെ പ്രത്യേകത: 8 to 10 മീറ്റർ ഉയരമുണ്ടാവും. 30 to 35 വർഷം വരെ ആയുസ് ഉണ്ടാവും. 4 to 5 വർഷത്തിനുള്ളിൽ ഇത് കായ് തരും എന്നുള്ളതാണ് നീളം കുറഞ്ഞ തെങ്ങിനങ്ങളുടെ പ്രത്യേകതകൾ. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം എന്ന് പറയാം. ഒരേ വിഭാഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ നമ്മൾ വർഗസങ്കരണം എന്ന് പറയും. ഇനി പ്രധാനപ്പെട്ട സങ്കര ഇനം തെങ്ങുകളെ കുറിച്ചാണ് പറയുന്നത്. ഇത് PSCക്ക് നിരന്തരമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് SCRT അങ്ങനെ തന്നെ എടുത്തിട്ടുള്ളത്. ചന്ദ്രലക്ഷ, ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചുമാണ്. ചന്ദ്രലക്ഷ, ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർന്നിട്ടുള്ളതാണ്. ചന്ദ്രശങ്കര, ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ചേർന്നിട്ടുള്ളതാണ്. ചന്ദ്രശങ്കര, ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോള് എന്നിവ ചേർന്നിട്ടുള്ളതാണ്. ലക്ഷഗംഗ എന്നത് ലക്ഷദ്വീപ് ഓർഡിനറി, ഗംഗാബോധം എന്നിവയാണ്. ലക്ഷഗംഗ എന്നുള്ളത് ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോധവും ചേർന്നിട്ടുള്ളതാണ്. നമ്മുടെ ലക്ഷഗംഗ എന്ന് പറയുന്നത് എന്നുള്ളത് കൂടി അവിടെ തിരിച്ചറിയാം. ഇനി പ്രധാനപ്പെട്ട സങ്കര ഇനം വിളകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇതും SCRT അതുപോലെ എടുത്തിട്ടുള്ളതാണ്. ഇതുകൂടാതെ സങ്കര ഇനം വിളകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് അത് പോയിട്ട് കണ്ടു നോക്കാവുന്നതാണ്. നെല്ലിന്റെ പ്രധാനപ്പെട്ട സങ്കര ഇനം വിളകളാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ എന്നിവ. പയറിന്റെ പ്രധാനപ്പെട്ട വിത്തിനങ്ങളാണ് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നിവ. മുളകിന്റെ പ്രധാനപ്പെട്ട സങ്കര ഇനം വിളകളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ എന്നിവ. വെണ്ടയുടെ പ്രധാനപ്പെട്ട സങ്കര ഇനം വിളകളാണ് കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി എന്നിവ. വഴുതനയുടെ പ്രധാനപ്പെട്ട സങ്കര ഇനം വിളകളാണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നിവ. തക്കാളിയുടെ പ്രധാനപ്പെട്ട സങ്കര ഇനം വിളകളാണ് മുക്തി, അനഘ, അക്ഷയ എന്നിവ. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കൂടുതൽ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതും കൂടെ എന്താക്കുക, നിങ്ങളൊന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത ചോദ്യം: കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പ്രിയങ്ക ഏതിന്റെ വിത്തിനമാണ് എന്ന് ചോദിച്ചാൽ പാവലിന്റെ വിത്തിനമാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പ്രിയങ്ക ഏതിന്റെ വിത്തിനമാണ് എന്ന് ചോദിച്ചാൽ പാവലിന്റെ വിത്തിനമാണ്. പ്രിയങ്ക, പാവൽ എന്നുള്ളത് നിങ്ങൾ അവിടെ ഓർത്തു വെച്ചാൽ മതി. കാർഷിക മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സാധ്യമാവേണ്ടത് എന്ന് ചോദിച്ചാൽ കാർഷിക മേഖലയ്ക്ക് മികച്ച ഉൽപാദനം, വേഗത്തിൽ വിളവ് ലഭിക്കുക എന്നിവ ആവശ്യമാണ്.
രോഗബാധ ഇല്ലാതിരിക്കൽ, കുറഞ്ഞ ചെലവിൽ പരിചരണം എന്നിവ ആവശ്യമാണ്. മികച്ച വിത്ത്, നടീൽ വസ്തുക്കൾ ലഭ്യമാക്കൽ എന്നിവയും ഇവിടെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെ പറയുന്ന പേര് ഇടവിള അല്ലെങ്കിൽ ഇന്റർക്രോപ്പ് എന്നാണ്. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെ പറയുന്ന പേരെന്താണ് എന്ന് ചോദിച്ചാൽ ഇടവിള അല്ലെങ്കിൽ ഇന്റർക്രോപ്പ് എന്ന് നമ്മൾ പറയും. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് വിളപര്യയം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന രീതിയെ അറിയപ്പെടുന്നത് വിളപര്യയം, ക്രോപ്പ് റൊട്ടേഷൻ എന്നാണ്. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ടിഷ്യൂ കൾച്ചർ എന്നാണ്. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനത്തെ നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്നാണ് പറയാം. ടിഷ്യൂ കൾച്ചറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളോടുമുള്ള തൈകൾ ഈ സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് വികസിപ്പിച്ചെടുക്കാം. വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ തുടങ്ങിയ സസ്യങ്ങൾ ഈ സാങ്കേതിക വിദ്യ വിജയകരമായി ഉപയോഗിക്കുന്നുണ്ട്. ഒരു ചെടിയിൽ നിന്ന് അതിന്റെ സവിശേഷതകളുള്ള നൂറുകണക്കിന് തൈകൾ ഉൽപ്പാദിപ്പിക്കാമെന്നാണ് ഈ ഒരു ടിഷ്യൂ കൾച്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. ഇനി കേരളത്തിലെ പ്രധാന കാർഷിക സ്ഥാപനങ്ങളാണ് PSCക്ക് നിരന്തരം ചോദ്യങ്ങളായിട്ട് വരുന്ന ഭാഗമാണ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. കൃത്യമായിട്ട് അത് പഠിച്ചു വെക്കുക. ഇത് SCERTയിലുള്ള അതേ സാധനമാണ് ഇങ്ങോട്ട് എടുത്തിട്ടുള്ളത്. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി തൃശ്ശൂരാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം. ഇന്ത്യൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് കോഴിക്കോടാണ്. റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്താണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം അഥവാ CPCRI സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. കേരള കാർഷിക സർവകലാശാലയുടെ പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വാഴക്കുളത്താണ്. ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കി പോവാം. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി തൃശൂർ, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് കോഴിക്കോട്, റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്താണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. കേരള കാർഷിക സർവകലാശാലയുടെ പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം വാഴക്കുളത്താണ്. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയയാണ് റൈസോബിയം. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയ റൈസോബിയം. പയറ്, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന് തുടങ്ങിയ സസ്യങ്ങളുടെ വേരിൽ വസിച്ച് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയയാണ് റൈസോബിയം. പയറ്, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന് തുടങ്ങിയ സസ്യങ്ങളുടെ വേരിൽ വസിച്ച് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് റൈസോബിയമാണ്. ജപ്പാനിലെ പ്രസിദ്ധനായ ജൈവകൃഷി ഗവേഷകനാണ് മസനോബു ഫുകുവോക്ക. ജപ്പാനിലെ പ്രസിദ്ധനായ ജൈവകൃഷി ഗവേഷകനാണ് മസനോബു ഫുകുവോക്ക എന്ന് പറയുന്നത്. ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന കൃതി രചിച്ചിട്ടുള്ളത് മസനോബു ഫുകുവോക്കയാണ്. ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന കൃതി രചിച്ചത് മസനോബു ഫുകുവോക്ക. പ്രധാന ജൈവ കീടനാശിനികളാണ് പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ എമൾഷൻ. പ്രധാന ജൈവവളങ്ങൾ ചാണകം, പച്ചില, കമ്പോസ്റ്റ്, കോഴിക്കാഷ്ടം, മത്സ്യവളം, ആട്ടിൻ കാഷ്ടം, എല്ലുപൊടി തുടങ്ങിയവ. അപ്പോൾ പ്രധാനപ്പെട്ട ജൈവ കീടനാശിനികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് പ്രധാനപ്പെട്ട ജൈവ കീടനാശിനികൾ പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ എമൾഷൻ എന്നിവയാണ്. ഇനി പ്രധാനപ്പെട്ട ജൈവവളങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചാണകം, പച്ചിലവളം. അത് ഒരുമിച്ച് വന്നുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ ആയിപ്പോയാണ് നേരത്തെ വായിച്ചു പോയത്. രണ്ടെണ്ണമായിട്ട് തന്നെ നിങ്ങൾ കാണണം. ഒന്നാമത്തത് പ്രധാനപ്പെട്ട ജൈവ കീടനാശിനികളാണ്. അത് പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ എമൾഷൻ എന്നിവയാണ്. ഇനി പ്രധാനപ്പെട്ട ജൈവവളങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ചാണകം, പച്ചിലവളം, കമ്പോസ്റ്റ് വളം,
കോഴിക്കാഷ്ടം, മത്സ്യവളം, ആട്ടിൻകാഷ്ടം, എല്ലുപൊടി എന്നിവയാണ്. ജലം തുള്ളി തുള്ളിയായി കൃത്യമായ ഇടവേളകളിൽ ചെടിയുടെ ചുവട്ടിലേക്ക് എത്തിക്കുന്ന രീതിയാണ് തുള്ളിനന എന്ന് പറയാം. തുള്ളിത്തുള്ളിയായിട്ട് എത്തിക്കുന്ന രീതി തുള്ളിനന. ജലം തുള്ളിത്തുള്ളിയായി കൃത്യമായ ഇടവേളകളിൽ ചെടിയുടെ ചുവട്ടിലേക്ക് എത്തിക്കുന്ന രീതിയാണ് നമ്മൾ തുള്ളിനന എന്ന് പറയാം. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിളയാണ് പരുത്തി. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാരുവിള ഏത് എന്ന് ചോദിച്ചാൽ അത് പരുത്തിയാണ്. പരുത്തിയിൽ നിന്ന് നൂലുണ്ടാക്കാൻ പഞ്ഞിയും കുരുവും വേർതിരിച്ചെടുക്കുന്ന ഭാഗം കായാണ്. പരുത്തിയിൽ നിന്ന് നൂലുണ്ടാക്കാൻ പഞ്ഞിയും കുരുവും വേർതിരിച്ചെടുക്കുന്ന ഭാഗം കായ്. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ചണനാരുകൾ ലഭിക്കുന്ന ചണച്ചെടിയുടെ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് തണ്ടാണ്. ചണനാരുകൾ ലഭിക്കുന്ന ചണച്ചെടിയുടെ ഭാഗം തണ്ട്. ചണനാരുകൾ ലഭിക്കുന്ന ചണച്ചെടിയുടെ ഭാഗം തണ്ടാണ്. അപ്പൊ ഇത്തരത്തില് 38 ചോദ്യങ്ങളാണ് ഈ ഒരു യൂണിറ്റില് പ്രധാനമായിട്ടുമുള്ളത്. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അഭിപ്രായങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് വീഡിയോ മാറ്റാനുള്ള ഒരു സാഹചര്യം കൂടെ ലഭിക്കും. വേഗത കുറയ്ക്കണോ വേഗത കൂട്ടണോ അല്ലെ ഏത് രീതിയിൽ വീഡിയോകൾ വ്യത്യസ്തമാക്കാം എന്നുള്ള ആശയം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ വന്നാൽ അതിനനുസരിച്ച് പല മാറ്റങ്ങളും വരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.